ഹായ്, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. 2024 നവംബർ മാസത്തിലെ ആനുകാലിക സംഭവ വികാസങ്ങളിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. PSC പരീക്ഷകൾ, അധ്യാപക യോഗ്യതാ പരീക്ഷകൾ എന്നിവയിലെ സോഷ്യൽ സയൻസ് കറണ്ട് അഫയേഴ്സ് പാഠഭാഗങ്ങൾ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വെൽക്കം ടു ദി ക്ലാസ്. കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 1993 ഈ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം തന്നെ ഇത് നേടിയത് ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 2024 പ്രശസ്ത സാഹിത്യകാരനായ NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. NS മാധവനെ പ്രശസ്തനാക്കിയ കൃതി ഹിഗ്ഗിറ്റയാണ്. ചൂളൈമേടിലെ ശവങ്ങൾ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നിവയൊക്കെ NS മാധവന്റെ മറ്റ് കൃതികളാണ്. NS മാധവന്റെ ആദ്യ കൃതി ശിശു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വത്സലയ്ക്കാണ്. 2022 സേതുവിനും 2023 SK വിശ്വനാഥിനും ലഭിച്ചു. നവംബറിൽ പ്രഖ്യാപിച്ച മറ്റൊരു അവാർഡ് JCB സാഹിത്യ പുരസ്കാരമാണ്. ഇത്തവണ അത് നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് JCB പുരസ്കാരം. 2018 ബെന്യാമിനും 2020 S ഹരീഷിനും 2021 M മുകുന്ദനും JCB പുരസ്കാരം ലഭിച്ചു. ബുക്കർ സമ്മാനവും 2024 നവംബറിൽ പ്രഖ്യാപിച്ചു. അത് നേടിയത് സാമന്ത ഹാർവേ എന്ന എഴുത്തുകാരിയാണ്. അവരുടെ ഓർബിറ്റൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാന അപ്പോയിൻമെന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിൻമെന്റ് ആണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. ഇന്ത്യയുടെ 24ാമത് CAG ആയി സഞ്ജയ് മൂർത്തി അധികാരമേറ്റു. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ പുതിയ മുഖ്യമന്ത്രിമാർ വന്നു. ഒന്ന് ജാർഖണ്ഡിലാണ്, അവിടെ മുഖ്യമന്ത്രിയായത് ഹേമന്ത് സോറനാണ്. ഇനി ഒന്ന് മഹാരാഷ്ട്രയാണ്, അവിടെ ദേവേന്ദ്ര ഫഡ്നവിസ് ആണ് മുഖ്യമന്ത്രി. മഹാരാഷ്ട്രയിൽ ഇലക്ഷനിൽ വിജയിച്ച മുന്നണി അഥവാ സഖ്യം മഹായുദ്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് 3 രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം ലഭിച്ചു. ഡൊമിനിക്ക, ബാർബഡോസ്, ഗയാന എന്നീ രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. 2024 നവംബറിൽ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. ഈ മത്സരത്തിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനെ തോൽപ്പിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു. അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എല്ലാ തവണയും നടക്കുന്നത് നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ചയായിരിക്കും അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുക. പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് ജനുവരി മാസം 20-ാം തീയതി ആയിരിക്കും. 2024 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഏവർക്കും ക്ലാസ് ഇഷ്ടമായതായി വിശ്വസിക്കുന്നു. ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോഷ്യൽ സയൻസ് പാഠശാലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏവരും അംഗങ്ങളാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.